UDF-ൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം മുറുകുന്നു. JDU കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്തേക്ക് എത്തുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ MR സജേഷ് ചേരുന്നു. സജേഷ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ പല അനക്കങ്ങളും UDF-നുള്ളുണ്ടായി. മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ JDU-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, UDF-ലെ സീറ്റ് വിഭജനത്തിൽ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഫോർമുല അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ജനതാദൾ യു ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. LDF-നൊപ്പമുള്ളപ്പോൾ 700 വാർഡുകളിലാണ് ആകെ ജനതാദൾ മത്സരിച്ചത്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഉൾപ്പെടെ 700 വാർഡുകളിൽ മത്സരിച്ചപ്പോൾ അതിൽ 270 സീറ്റായിരുന്നു വിജയിച്ചത്. ആ 270 സീറ്റ് പോലും കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിൽക്കുമ്പോൾ കിട്ടിയില്ല. 700 സീറ്റുകളും വേണമെന്ന ആവശ്യം ഉന്നയിക്കും. നേരത്തെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു ജനതാദൾ യുണൈറ്റഡ് UDF-ൽ ചേർന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇത്തവണ ആ രീതിയിൽ ചിന്തിക്കാനാകില്ല. 700 വാർഡുകളിൽ ആകെ മത്സരിച്ചിരുന്നു. LDF-നൊപ്പം നിൽക്കുമ്പോൾ ഈ 700 വാർഡും ഇത്തവണ നൽകണമെന്ന ആവശ്യമായിരിക്കും ജനതാദൾ യുണൈറ്റഡ് UDF യോഗത്തിൽ ഉന്നയിക്കുക. ചൊവ്വാഴ്ച രാവിലെ കൊച്ചിയിൽ കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. പ്രത്യേക കൺവെൻഷന് മുൻപായാണ് കൺവെൻഷൻ ചേരുക. ആ കൺവെൻഷനിൽ ഈ ആവശ്യം ഉന്നയിക്കും. അതോടൊപ്പം ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിലും JDU ഈ ആവശ്യം ഉന്നയിക്കും. ശരി, MR സജേഷ് ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം JDU നേതാവ് ഷെയ്ഖ് പി ഹാരിസ് ചേരുകയാണ്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, LDF-ൽ നിന്ന് വീരേന്ദ്രകുമാർ പോയതിനു ശേഷം നിങ്ങളുടെ വളർച്ച മുരടിച്ചു എന്ന് വേണം ഇതുവഴി വിലയിരുത്താൻ. എന്തൊക്കെയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പുതിയ പരിഭവങ്ങൾ? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി UDF സംസ്ഥാനതല യോഗം കൂടിയ അവസരത്തിൽ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡിന് കൂടുതൽ സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പ് സമയത്താണ് UDF-ലെ ഘടകകക്ഷിയായി മാറിയത്. അന്ന് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച അനുസരിച്ച് സീറ്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് ഈ പ്രാവശ്യം അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ UDF-ഉം കോൺഗ്രസും മുന്നോട്ട് വയ്ക്കാനിരിക്കുന്ന ഫോർമുല കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് കോ സീറ്റുകളുടെ എണ്ണത്തിൽ തുടരണം എന്നുള്ള കാര്യമാണ് അവിടെ എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഏതായാലും ആ തീരുമാനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൂടുതൽ സീറ്റ് വേണം. അതായത് ഷെയ്ഖ് പി ഹാരിസ്, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു 270 സീറ്റ് നിങ്ങൾക്ക് അങ്ങ് തരും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾ തൃപ്തമാണോ? അല്ല, ഒരിക്കലും അല്ല. ഞങ്ങളത് UDF നേതൃയോഗത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ സംഘടനാപരമായ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്ഷീണം സംഭവിച്ചു. പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രാതിനിധ്യവും പങ്കാളിത്തവും തെരഞ്ഞെടുപ്പ് രംഗത്തെ സാന്നിധ്യവും UDF-ൽ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ UDF യോഗത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം അതിൽ കൂടുതൽ സീറ്റ് വാങ്ങണമെന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃപരമായ തീരുമാനമാണ്. അത് ഞങ്ങൾ 6-ാം തീയതി കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിലും തുടർന്ന് 7-ാം തീയതി നടക്കുന്ന ചർച്ചയിലെല്ലാം ഇത് ഞങ്ങൾ ആവശ്യപ്പെടാനിരിക്കുകയാണ്. അതായത് ഇത്തരം ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങേണ്ടതില്ല, കൃത്യമായ നിലപാടുമായി മുമ്പോട്ട് പോകാം എന്നാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം. അത്തരത്തിലൊരു രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുലർത്താൻ പോകുന്നത് എങ്കിൽ അല്ല, അവർ പ്രായോഗികരമായ രാഷ്ട്രീയം മനസ്സിലാക്കി തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോയാൽ അത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിയുമായിരിക്കും. അതിന്റെ കൂടുതൽ ഉത്തരവാദിത്ത ബോധം നിർവഹിക്കേണ്ടത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് തന്നെയാണ്. അതായത് 700 സീറ്റുകൾ എന്ന ആവശ്യം, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ വിയോജിപ്പ് എല്ലാ ഘട്ടത്തിലും നിങ്ങൾ കാണിക്കും, ഇതാണോ പറയേണ്ടത് അവസാനം? എണ്ണത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഞങ്ങൾ കൂടുതൽ പങ്കാളിത്തം വേണം. ഉദാഹരണത്തിന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ LDF-ന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. മിക്ക ജില്ലകളിലും പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. പക്ഷെ UDF-ൽ വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലകളിൽ ഞങ്ങൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട അവസരമായിരുന്നു. അത് ഈ പ്രാവശ്യം ആവർത്തിക്കാൻ പാടില്ല. സ്റ്റാറ്റസ് കോ നിലനിർത്തുമെന്ന് അവർ പറഞ്ഞാൽ
ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ ഈ സിറ്റിംഗ് സീറ്റ് 20 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 20 UDF-ന്റെ കയ്യിലാണ്. ലീഗും കോൺഗ്രസും ജയിച്ച സീറ്റാണ്. അത് സ്റ്റാറ്റസ് കോ നിലനിർത്തിയാൽ ഘടകകക്ഷികൾക്ക് വീതം വെക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് അപ്രായോഗികമാണ്. അത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ് കൂടിയുണ്ട്. ശ്രീ PC ജോർജ്, താങ്കൾ നേരത്തെ LDF-ന് പരസ്യമായി പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചില അസ്വാരസ്യങ്ങൾ UDF-നുള്ളിൽ ഉണ്ടാകുന്നത്. തങ്ങളുടെ സീറ്റ് ആവശ്യവുമായി ബന്ധപ്പെട്ട് JDU രംഗത്ത്. UDF-നകത്ത് അസ്വാരസ്യം മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ചില പത്രത്താഴ്വാട്ടിലെ മുത്തശ്ശിമാരും നോട്ടീസ് വാരി ഇറങ്ങി ആരെങ്കിലും ആ വോട്ട് ചെയ്ത് UDF-ന് കുറെ വോട്ട് സീറ്റ് കിട്ടും എന്നുള്ളതല്ലാതെ അവിടെ തർക്കമൊന്നും ഇലക്ഷൻ കഴിഞ്ഞാലും അവിടെ തർക്കം തീരാൻ പോകുന്നില്ല. UDF-നകത്ത് തർക്കം തുടരും. പക്ഷെ അതുകൊണ്ട് JDU ഇങ്ങോട്ട് വരും എന്നത്, ഇടതുപക്ഷത്തേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവര് വരാനാണെങ്കിൽ എത്രയോ അവസരം വളരെ ആത്മാർത്ഥമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനും ഒക്കെ അവരെ ക്ഷണിച്ചതാണ്. അതുപോലെ VS അച്യുതാനന്ദൻ പോലും ക്ഷണിച്ചല്ല, അവർക്ക് വരാമായിരുന്നു. അവര് വരാത്ത സാഹചര്യം എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഈഗോ ആണ്. ആ ഈഗോയിൽ നിന്ന് അവർ മാറി സ്പഷ്ടമായി കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതി എന്ത്, രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ത് എന്ന് മനസ്സിലാക്കി അവർ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി അവർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടാകാൻ വേണ്ടി ശ്രീ PC ജോർജ്, താങ്കളുടെ ആ അഭിപ്രായം നമുക്ക് ഷെയ്ഖ് പി ഹാരിസിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ പിന്നത്തേക്ക് മാറ്റണ്ട. ഷെയ്ഖ് പി ഹാരിസ് ലൈനിലുണ്ടോ? ഷെയ്ഖ്, അങ്ങനെയാണ്, നിങ്ങൾ അവഗണന സഹിച്ച് ഇനിയും നിൽക്കും, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് PC ജോർജിന്റെ പക്ഷം. യഥാർത്ഥത്തിൽ ഈ 700 അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് അനുകൂലമായ ഒരു പച്ചക്കൊടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുമോ? ഇല്ല, ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസ് നിറവേറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരുന്ന് കാണാമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്റെ ചർച്ചകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. വരുന്ന തിങ്കളും ചൊവ്വാഴ്ചയോടുകൂടി ചർച്ചകൾ ആരംഭിക്കും. അപ്പൊ ഞങ്ങളുടെ ന്യായമായ ആവശ്യം കോൺഗ്രസ് പരിഗണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ തിരിച്ചടി ഈ കോൺഗ്രസിനുണ്ടാകും. തീർച്ചയായും രാഷ്ട്രീയപരമായ തിരിച്ചടി ഉണ്ടാക്കാൻ പര്യാപ്തമാകും അത്. ശ്രീ ഷെയ്ഖ്, കാരണം ഞാൻ കരുതാത്ത, കാരണം നമ്മുടെ JDU-ന്റെ 2 MLA-മാർ ഉണ്ട്. 2 MLA-മാരും UDF-ന് അനുകൂലമാണ്, ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവര് താഴെക്കടയിലുള്ള അണികൾ എത്തി തീരുമാനിച്ചാലും UDF ഗവൺമെന്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവര് രണ്ടുപേരും അങ്ങനെ വരത്തില്ല. ഇതിപ്പോ എന്താ, പക്ഷേ അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ ശ്രീ PC ജോർജ്. കാരണം ഈ സീറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ 2010 വീരേന്ദ്രകുമാർ LDF-ൽ നിന്ന് പോയത് മുതൽ നിരന്തരമായ അവഗണനകളാണ് വിവിധ ഘട്ടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ക്ഷമയാണ് അവർ കാട്ടിയത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ ശ്രീ ഷെയ്ഖ് പി ഹാരിസ് വളരെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. എനിക്കത് അത്ര വിശ്വാസമില്ല. ഞാനിവിടെ CPM-ന്റെ വനിതാ വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവിന്റെ മകളുടെ കല്യാണം ഉറപ്പിയിലാണ്. ഇവിടെ ഇടതുപക്ഷ സഹാക്കന്മാരെല്ലാം ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് JDU വരുന്നതല്ലാണ്, അവരെ സഹായം ചെയ്യാൻ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള വീരേന്ദ്രകുമാറിനെ ഉള്ളതാണ്. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പരസ്യകപ്പാറ പൂഞ്ഞാറിലാണ് ഒരു കല്യാണത്തിന് ഇറങ്ങട്ടെ. ശരി ശ്രീ, വളരെ നന്ദി ശ്രീ PC ജോർജ്. അവസാനമായി ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, PC ജോർജ് പറഞ്ഞത് ഞാനൊന്ന് ക്രോഡീകരിച്ച് താങ്കളുടെ മുമ്പിൽ നൽകാം. ഇടതുപക്ഷ പാരമ്പര്യമാണ് നിങ്ങളുടെ രക്തത്തിൽ ഓടുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു കാരണമാക്കിയെങ്കിലും ഈ അസംതൃപ്തിയും അവഗണനയും സഹിക്കാതെ LDF-ലേക്ക് പോരൂ എന്നാണ് PC ജോർജ് പറഞ്ഞതിന്റെ പച്ച മലയാളം. അല്ല, ഞങ്ങള് ഇടതുപക്ഷ സമീപനമുള്ള പാർട്ടിയാണ്. അതിപ്പോ വലതുപക്ഷത്തെ ഇടതുപക്ഷ സമീപനം നിലപാടുമുള്ള പാർട്ടിയായിട്ട് വലതുപക്ഷത്ത് നിൽക്കുന്നവരാണ്, അതിനകത്തൊന്നും സംശയമില്ല. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വരുന്ന ചർച്ചകളിൽ ഞങ്ങൾ ഉന്നയിക്കും. അത് തീർച്ചയായും അനുഭാവപൂർവമായിട്ടുള്ള തീരുമാനം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ
UDF നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ ഷെക് പി ഹാരിസ് ആണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയത്. സജേഷിലേക്ക് തന്നെ ഒരിക്കൽ കൂടി എത്താം. സജേഷ്, PC ജോർജ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഷെക് പി ഹാരിസിൻ്റേത് മലപ്പുറത്ത് ലീഗ് പോലും ശക്തമായ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതകളുണ്ട്. ഒരു സമവായത്തിലേക്കും എത്താൻ ഇതുവരെയും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, UDFന് കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് JDUവിൻ്റെ ആവശ്യം. അംഗീകരിക്കുമോ? എങ്ങനെയാകും? ഇതേ സംബന്ധിച്ചുള്ള അനൗദ്യോഗികമായ വിവരങ്ങൾ ചോർത്തി നൽകിയാൽ. അജിംഷാദ്, UDFന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ പ്രാഥമികമായി ഉണ്ടാക്കിയ ധാരണയാണ് ഇപ്പോൾ JDU തള്ളിയത്. സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോവുക എന്ന ധാരണയാണ് പ്രാഥമികമായി UDF ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് JDU തള്ളുന്നു. JDUവിൻ്റെ ആവശ്യവും ഇതാണ്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 700ഓളം വാർഡുകളിൽ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലുമായി മത്സരിച്ചിരുന്നു. എന്നാൽ 270 സീറ്റുകൾ പോലും കഴിഞ്ഞ തവണ UDF നൽകിയില്ല. ജയിച്ച സീറ്റുകളാണ് 270. ഈ സീറ്റുകൾ പോലും നൽകാത്ത സാഹചര്യത്തിൽ ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്ന UDFന്റെ ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള ഫോർമുല അംഗീകരിക്കില്ലെന്നാണ് ജനതാദൾ യു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായ നിലപാട് കൊല്ലത്ത് RSPക്കുണ്ട്. തെക്കൻ മേഖലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന അവകാശവാദമാണ് RSP UDF യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്നത്. 20 സീറ്റ് കൊല്ലത്തെ കോർപ്പറേഷനിൽ വേണമെന്ന ആവശ്യവും ഉന്നയിക്കും. മലപ്പുറത്താണെങ്കിൽ UDFന്റെ ജില്ലാ കമ്മിറ്റികൾ പോലും ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മലപ്പുറത്ത് കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോകാൻ ലീഗ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു സീറ്റിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം തർക്കിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസും ലീഗും മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ബുധനാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുക. അജിംഷാദ്. തീർച്ചയായും സജേഷ്, ഇതിലേക്ക് തന്നെ എത്താം. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം പോയി വരികയാണ്. തെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ഫോർമുലയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി. JDU പരസ്യമായി അതൃപ്തിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ശക്തമായ നിലപാടിലേക്ക് JDU പോകും എന്ന സൂചനയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും സജേഷ് റിപ്പോർട്ട് ചെയ്യുക. സജേഷിലേക്ക് എത്തിയാൽ ഘടകകക്ഷികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇതിനുള്ള സമീപനം എങ്ങനെയാണ്? JDUവിനെ, RSPയെ, കേരള കോൺഗ്രസ് എമ്മിനെ, ലീഗിനെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ലീഗിൻ്റെയും കാര്യം മാറ്റിവെച്ചാൽ മറ്റ് ഘടകകക്ഷികളോടുള്ള സമീപനം എങ്ങനെ വേണം? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന മനസ്സാണോ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ സജേഷ്. അജിംഷാദ്, സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കളുണ്ടാക്കിയ പ്രാഥമിക ഫോർമുലയാണ് ഇപ്പോൾ ഘടകകക്ഷികൾ തള്ളുന്നത്. അതിനെതിരെയാണ് അതിശക്തമായി തന്നെ JDU രംഗത്ത് വരുന്നത്. JDU ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ്. പ്രാഥമികമായ ഫോർമുലയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന ധാരണയാണ് UDF നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് JDU പറയുന്നു. നിലവിൽ ജയിച്ചിട്ടുള്ള സീറ്റുകൾ മാത്രം അതത് കക്ഷികൾക്ക് നൽകുക, ബാക്കിയുള്ള സീറ്റുകളിൽ ആവശ്യമെങ്കിൽ ചർച്ചയാകാമെന്ന പ്രാഥമിക ധാരണയാണ് UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ജനതാദൾ യു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. LDFനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ 700ഓളം വാർഡുകളിലാണ് മത്സരിച്ചത്. ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് കോർപ്പറേഷനുകളിലുമായാണ് ഈ 700 വാർഡുകളിൽ മത്സരിച്ചത്. അതിൽ 270 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ 270 സീറ്റുകൾ പോലും 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF നൽകിയില്ല. അതിനേക്കാൾ കുറഞ്ഞ സീറ്റ് ആണ് നൽകിയത്. ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന ആവശ്യം അത് അംഗീകരിക്കാനാകില്ലെന്ന് JDU വ്യക്തമാക്കും. മറ്റന്നാൾ കൊച്ചിയിൽ രാവിലെ UDF കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്ന നിലപാടാണ് JDU ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായ നിലപാട് മറ്റ് ഘടകകക്ഷികൾക്കുമുണ്ട്. RSP തെക്കൻ മേഖലയിൽ രണ്ടാമത്തെ കക്ഷി എന്ന അവകാശവാദം ഉയർത്തുന്നു. കൊല്ലത്ത് 20 സീറ്റ് കോർപ്പറേഷനിൽ വേണമെന്ന അവകാശവാദം RSPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് കൊല്ലം DCC പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇടുക്കിയിലും തർക്കം വലിയ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മലപ്പുറത്ത് ലീഗ് സ്ഥാനാർത്ഥി നിർണയവും കൺവെൻഷനുമായി കോൺഗ്രസിനെ അവഗണിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് UDFിലെ സീറ്റ് വിഭജനം ഇപ്പോൾ നിൽക്കുന്നത്. അജിംഷാദ്. ശരി സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ഫോർമുലയ്ക്ക് ആദ്യം തന്നെ തിരിച്ചടി. ഘടകകക്ഷികൾ കടുത്ത അസംതൃപ്തിയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഫോർമുലയോട് പ്രതികരിച്ചത്. JDU തന്നെ അസംതൃപ്തിയുമായി ബന്ധപ്പെട്ട് പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. ഷെക് പി ഹാരിസ് പീപ്പിൾ TVയോട് ഈ കാര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചു. ഇതിൽ PC ജോർജ് അടക്കമുള്ളവർ പ്രതികരിച്ചു. വിശദാംശങ്ങളാണ് MR സജേഷ് നൽകിയത്.